കടലിലേക്ക് സ്വാഗതം. ഇന്ന് ചാരം കമ്പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാവേ. കണ്ടോ, ഇത് നല്ലൊരു പൊട്ടാഷ് വളമാണിത്. പച്ചക്കറിക്കൊക്കെ ചാരം നേരിട്ട് ഇടുന്നതിലും നല്ലതാണ്. ഇങ്ങനെ കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇടാമെങ്കിൽ, ഞാനിങ്ങനെ കമ്പോസ്റ്റാക്കി എൻ്റെ പച്ചക്കറിക്കെല്ലാം ഇടുന്നത്. അത് ഇടുന്നത് ഒരു പഴയ ചാക്കൊക്കെയാണ്. എൻ്റെ അടുത്ത് പഴയ ചാക്കാണ്. ഞാൻ കമ്പോസ്റ്റ് ആക്കിയതാണ് ഈ കാണിക്കുന്നത്. ഏറ്റവും അടിയിൽ മണ്ണിടണം, അതിന് മുകളിലേക്ക് ചാരം ഇടുക. ചാരം ഇട്ടതിന് ശേഷം നനയ്ക്കണം, വെള്ളം നനച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ലെയറായിട്ട് മണ്ണിടുക, ചാരം ഇടുക, നനയ്ക്കണം. അങ്ങനെ ലെയറായിട്ടിട്ട് നമുക്ക് കുറച്ച് എത്രയാണോ നമ്മുടെ കയ്യിൽ ചാരം ഉള്ളത് അതിട്ടാം. ഇത് ഞാനൊരു 2 മാസം മുന്നേ അങ്ങനെ കമ്പോസ്റ്റാക്കാൻ വെച്ചിരുന്നതാണ്. നല്ല കമ്പോസ്റ്റാണ്. ഞാനിതിന്ന് കുറച്ചൊക്കെ എടുത്ത് എൻ്റെ പച്ചക്കറിക്കൊക്കെ ഇട്ടതാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് പച്ചക്കറിയൊക്കെ നടുമ്പോൾ രാസവളം ഒന്നും ഉപയോഗിക്കാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പം നമുക്ക് ഈ വളം നല്ലൊരു ഉപകാരപ്രദമാണ്. കാരണം നല്ല പൊട്ടാഷാണ് ഇത്. നേരിട്ട് പച്ചക്കറിക്കൊക്കെ ചാരം കൊടുക്കുന്നതിലും നല്ലതാണ് ഈ കമ്പോസ്റ്റ് ആക്കി കൊടുക്കുന്നതാണ്. വേഗം വളമെടുക്കുകയും ചെയ്യും. ചെടികൾക്ക് യാതൊരു കേടുമില്ലാതെ നല്ല വളർച്ച, നിറച്ച് പൂവും കായും ഉണ്ടാവുകയും ചെയ്യും. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ കമ്പോസ്റ്റാണ് ഉപയോഗിക്കുന്നത് പച്ചക്കറിക്കൊക്കെ. പിന്നെ വലിയ മരങ്ങൾക്കും അങ്ങനെ ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചാരം നേരിട്ട് കൊടുക്കാം. പച്ചക്കറിക്കൊക്കെ ഇതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ഒന്നിത് പിന്നെ ഏറ്റവും അടിയിലും മുകളിലും മണ്ണ് വരണം. എന്നിട്ട് നനയ്ക്കാതെ എടുത്ത് വെച്ചാൽ മതി. 1 മാസം ആകുമ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് പഴയത് 2 മാസം ഇതൊക്കെ ഉണ്ട്. ഞാൻ പുതിയത് കമ്പോസ്റ്റിന് വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ 2 മാസം ആകുമ്പോൾ എടുക്കുന്നേ ഉള്ളൂ. കണ്ടോ, നല്ല കമ്പോസ്റ്റായിട്ടുണ്ട്. മണ്ണും ചാരവും എല്ലാം നല്ലൊരു കമ്പോസ്റ്റായിട്ട് ഇങ്ങനെ ഇറക്കിയിട്ട് നല്ലോണം എടുത്ത് ചെടിയുടെ ചുവട്ടിലൊക്കെ നേരിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.